ആദിസ് വ്ലോഗിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ തമിഴ്നാട്ടിൽ കോയമ്പത്തൂരുള്ള ഒരു കോളേജ് ക്യാമ്പസിനകത്തുള്ള ഒരു ക്യാൻറ്റീനിലാണ് കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഉച്ചയ്ക്ക് അവിടെ നിന്നാണ് കേട്ടോ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാനും നിരഞ്ജനയും സാറും ഉണ്ട്. അപ്പം നമുക്ക് അവിടുത്തെ മെനുവും കാര്യങ്ങളും വിലയും ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പം ഓരോ ദിവസത്തെയും മെനു അവരിങ്ങനെ ഒരു ബോർഡിൽ ഉച്ചയാകുമ്പോൾ എഴുതിയിടും കേട്ടോ. അപ്പം ഇങ്ങനെ ആ ഒരു മെനുവിൽ നിന്ന് ഞങ്ങൾ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും ഒരു വെജ് നൂഡിൽസും ഒരു ഊണുമാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. അപ്പം അതിൻ്റെ ബില്ല് ഈ ഒരു രീതിയിലാണ് കേട്ടോ അവർ തരുന്നത്, അല്ലാതെ എഴുതി തരികയല്ല ചെയ്യുന്നത്. അതത് സംഭവങ്ങളിങ്ങനെ വെട്ടി ഇങ്ങനെ കട്ട് ചെയ്ത് തരികയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും രൂപ നമ്മൾ അടച്ചിട്ട് നമ്മളവിടെ പോയി ടോക്കൺ കൊടുക്കണം. അപ്പോഴത്തേക്കും അവർ നമുക്ക് ഫുഡ് വിളമ്പും കേട്ടോ. അപ്പം ആ ക്യാൻറ്റീനിൽ ഇരിക്കുന്ന ആ ഒരു ചെയറിൻ്റെ ഷേപ്പ് കണ്ടു. അപ്പം ഇത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഓരോന്നിനകത്ത് ഇരുന്നിട്ട് നമുക്ക് യഥേഷ്ടം നീങ്ങാം കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് വേറെ കണ്ടിട്ടുണ്ടോ? അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ കൊണ്ടുപോയി ടോക്കൺ കൊടുത്തു. അപ്പം ഊണ് ഇതാ ഇവിടെ തന്നെയാണ് കേട്ടോ വിളമ്പി തരുന്നത്. നൂഡിൽസും ചിക്കൻ ഫ്രൈഡ് റൈസും അകത്തുനിന്ന് എടുത്തുകൊണ്ട് തരും കേട്ടോ. അപ്പോൾ എനിക്ക് ചിക്കൻ ഫ്രൈഡ് റൈസാണ് പറഞ്ഞെങ്കിലും ഊണ് വിളമ്പുന്നത് കണ്ടപ്പോഴും ഊണിൻ്റെ മണം ഒക്കെ അടിച്ചപ്പോഴും എനിക്ക് പിന്നെ ഊണ് മതി എന്നുള്ളൊരു സ്റ്റാൻഡായി കേട്ടോ. അന്നേരം വെജിറ്റബിൾ മീൽസാണ് കൊടുക്കുന്നത്. സാമ്പാർ, ഒരു കോളിഫ്ലവറിൻ്റെ കറി, അച്ചാർ, പിന്നെ രസമുണ്ട്, മോരുണ്ട്, പപ്പടമുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ കഴിക്കുന്നതനുസരിച്ച് വന്നാൽ അത് തരും കേട്ടോ. പിന്നെ ഇത് വെജിറ്റബിൾ നൂഡിൽസാണ്. പിന്നെ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസുമാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ മാറ്റി മാറ്റി മേടിച്ചത് തന്നെ ഞങ്ങൾക്ക് എല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പം ഞങ്ങൾ ഇപ്പം സാറിന് ഫ്രൈഡ് റൈസ് കൊടുത്തിട്ട് ഞാൻ ഊണ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതുപോലെ കുറച്ച് ഫ്രൈഡ് റൈസും കൂടി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം എല്ലാം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ടേസ്റ്റിൻ്റെ മാത്രമല്ല നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ചോറ് കുഴപ്പമില്ലായിരുന്നു. ഒരുപാട് ക്വാണ്ടിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. കറിയായാലും എല്ലാം നല്ല ക്വാണ്ടിറ്റി ആയിരുന്നു. പക്ഷേ എനിക്കെന്തോ വാങ്ങിച്ച് കഴിച്ചപ്പോൾ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. പക്ഷേ ഇവിടുത്തെ നൂഡിൽസും ഫ്രൈഡ് റൈസും എല്ലാം നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. അപ്പം ചോറ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നേ ഉള്ളൂ, സാറിന് ഇഷ്ടപ്പെട്ടു. നല്ലതായിരുന്നു, രസമെല്ലാം നല്ലതായിരുന്നു. മോരൊക്കെ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ തരുകയും ചെയ്യും കേട്ടോ. മോരൊക്കെ 60 രൂപയല്ലേ ഉള്ളൂ, എന്നിട്ട് ഒരുപാട് നമുക്ക് തന്നു കേട്ടോ. മോരായാലും രസമായാലും ചോറൊക്കെ നമുക്ക് ഇഷ്ടം പോലെ വാങ്ങിച്ച് കഴിക്കാം കേട്ടോ. അപ്പം വളരെ ക്വാണ്ടിറ്റിയും ഒക്കെ ഉള്ളൊരു സംഭവമായിരുന്നു കേട്ടോ. നമുക്ക് ഈ കോയമ്പത്തൂരൊക്കെ നമുക്ക് നല്ലതുപോലെ നമുക്ക് കേരളക്കാരുടെ കുറച്ച് ടേസ്റ്റൊക്കെയാണ് കേട്ടോ. അപ്പം നമുക്ക് നല്ലപോലെ കഴിക്കാനായിട്ട് പറ്റും. പക്ഷേ എല്ലാ സ്ഥലത്തും ഇത് പറ്റത്തില്ല കേട്ടോ. പ്രത്യേകിച്ച് തൂത്തുക്കുടിയിലെ ലോക്കൽ ഫുഡൊന്നും നമുക്ക് വാങ്ങിച്ച് കഴിക്കാൻ ഭയങ്കര പാടാണ് കേട്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ ഈ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ഒരു പെട്ടിക്കകത്ത് കുറേ സംഭവങ്ങൾ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ, ഒരു കണ്ണാടി പെട്ടിക്കകത്ത് ഫ്രൈഡ് റൈസ്, നൂഡിൽസ് അതവർ പെട്ടെന്ന് റെഡിയാക്കി തരും, ചൂടാക്കിയൊക്കെ തരുന്നില്ലേ. അപ്പം അത് ചില സ്ഥലത്തൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പം ഞങ്ങൾ അത് വാങ്ങിക്കാറുണ്ട് തൂത്തുക്കുടിയിൽ. ഓക്കെ, അപ്പോൾ കോയമ്പത്തൂർ പോയപ്പോൾ ഞങ്ങൾ എന്താണ് ഉച്ചയ്ക്ക് കഴിച്ചതെന്ന് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി കേട്ടോ. അതാണ് ഈ വീഡിയോ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി ഒരു പുതിയ വീഡിയോയിൽ കാണാം.